പ്രിയ ശ്രോതാക്കളെ, ദി സ്റ്റോറി ഓഫ് ദി സയൻസിൻ്റെ 320-ാം അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ ബൊനവന്തൂരയ്ക്ക് ശേഷം വിശുദ്ധ അലക്സിയൂസിനെ കുറിച്ചാണ്. റോമിലെ ഒരു ധനികനായ സെനറ്ററിൻ്റെ ഏക മകനായിരുന്നു വിശുദ്ധ അലക്സിയൂസ്. 5-ാം നൂറ്റാണ്ടിൽ റോമിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം. അവിടെ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസവും. തൻ്റെ ദൈവഭക്തരായ മാതാപിതാക്കൾ കാണിച്ചു കൊടുത്ത കാരുണ്യത്തിൻ്റെതായ മാതൃകയിൽ നിന്നും ദരിദ്രരെ സഹായിക്കുവാൻ അദ്ദേഹം ഏറെ താല്പര്യപ്പെട്ടിരുന്നു. ദാനധർമ്മങ്ങൾ സ്വർഗത്തിൽ നമുക്ക് വേണ്ടിയുള്ള നിക്ഷേപമായി മാറുമെന്നും അതിൻ്റെ പ്രതിഫലം സ്വർഗത്തിൽ ലഭിക്കുമെന്നും വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം മനസ്സിലാക്കി. ഒരു കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അലക്സിയൂസ് തന്നിൽ കഴിയുന്ന ദാനധർമ്മങ്ങൾ ചെയ്തു. യാതനയിൽ കഴിയുന്ന ആളുകളെ സഹായിക്കുവാൻ തനിക്ക് ലഭിക്കുന്ന ഒരു അവസരവും അദ്ദേഹം പാഴാക്കിയിരുന്നില്ല. വിശുദ്ധൻ്റെ ആത്മാവിലെ നന്മകളായിരുന്നു ആ കാരുണ്യ പ്രവൃത്തികളിലൂടെ പ്രകടമായിരുന്നത്. തൻ്റെ പക്കൽ നിന്നും ധർമ്മം സ്വീകരിക്കുന്നവരോട് താൻ കടപ്പെട്ടിരിക്കുന്നുവെന്ന് കരുതിക്കൊണ്ട് അവരെ തൻ്റെ ഏറ്റവും വലിയ ഉപകാരികളെപ്പോലെ അദ്ദേഹം ബഹുമാനിച്ചിരുന്നു. നിത്യതയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ഓരോ ദാനധർമ്മത്തിലും വിശുദ്ധനെ ആനന്ദഭരിതനാക്കി. തൻ്റെ മാതാപിതാക്കളുടെ ആഗ്രഹമനുസരിച്ച് അദ്ദേഹം ധനികയും നന്മയുമുള്ള ഒരു യുവതിയെ വിവാഹം കഴിച്ചു. പക്ഷേ തൻ്റെ വിവാഹ ദിവസം തന്നെ അലക്സിയൂസ് ആരും അറിയാതെ തൻ്റെ വീട് വിട്ട് വിദൂരദേശത്തേക്ക് പോയി. അന്യദേശത്തെ ഒരു പരമദരിദ്രനായി ജീവിച്ച അദ്ദേഹം ദേവമാതാവിനായി സമർപ്പിക്കപ്പെട്ട ഒരു ദേവാലയത്തിനോട് ചേർന്നുള്ള ഒരു കുടിലായിരുന്നു താമസിച്ചിരുന്നത്. കുറച്ചു കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അലക്സിസ് ഒരു കുലീന കുടുംബജാതനാണെന്ന് അവിടുത്തെ ജനങ്ങൾക്ക് മനസ്സിലായി. അതിനെ തുടർന്ന് അദ്ദേഹം സ്വദേശത്തേക്ക് തിരിച്ചുപോയി. ഒരു ദരിദ്രനായ തീർത്ഥാടനെ പോലെ തൻ്റെ പിതാവിൻ്റെ ഭവനത്തിൻ്റെ ഒരു മൂലയിൽ അവിടുത്തെ വേലക്കാരുടെയും അപമാനത്തെയും ഉപദ്രവങ്ങളും ക്ഷമയോടെ നിശബ്ദമായി സഹിച്ചുകൊണ്ട് അദ്ദേഹം ആരും അറിയാതെ വർഷങ്ങളോളം കഴിച്ചുകൂട്ടി. അദ്ദേഹം മരിക്കുന്നതിന് തൊട്ടു മുൻപ് മാത്രമായിരുന്നു തങ്ങളുടെ നഷ്ടപ്പെട്ട മകനായിരുന്നുവെന്ന കാര്യം അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾക്ക് മനസ്സിലായത്. അക്കാലത്ത് ഹൊണേറിയൂസ് നാട്ടിലെ ചക്രവർത്തിയും ഇന്നസെന്റ് ഒന്നാമൻ റോമിലെ മെത്രാനുമായിരുന്നു. വിശുദ്ധന്റെ ദിവ്യത്വം മനസ്സിലാക്കിയ അവർ വിശുദ്ധന്റെ സംസ്കാര ശുശ്രൂഷ വളരെ ഗംഭീരമായി റോമിലെ അവന്റിൻ ഹില്ലിൽ നടത്തി. ലാറ്റിൻ, ഗ്രീക്ക്, മാരോനൈറ്റ്, അർമേനിയൻ ദിനസൂചികകളിൽ അദ്ദേഹത്തെ ആദരിച്ചിട്ടുള്ളതായി കാണാം. 1216 വരെ അദ്ദേഹത്തിന്റെ മൃതദേഹം അവിടെ ഉണ്ടായിരുന്നു. വിശുദ്ധ പത്രോസിന്റെ സിംഹാസനത്തിൽ ഹൊണേറിയൂസ് മൂന്നാമൻ അവരോധിതനായപ്പോൾ അലക്സിയൂസിന്റെ ഭൗതിക അവശിഷ്ടങ്ങൾ വിശുദ്ധ ബോണിഫസിന്റെ പുരാതന ദേവാലയത്തിലേക്ക് മാറ്റി. ആ സ്ഥലത്ത് ഒരു ദേവാലയം പണിയെടുപ്പിക്കുകയും അത് വിശുദ്ധ അലക്സിയൂസിന്റെയും വിശുദ്ധ ബോണിഫസിന്റെയും നാമധേയത്തിൽ സമർപ്പിക്കുകയും ചെയ്തു. ഇനി നമുക്ക് ഇന്നത്തെ ചിന്താവിഷയം എന്താണെന്ന് ശ്രദ്ധിക്കാം. പരിശ്രമങ്ങളെ പരിഹസിക്കരുത്, കാരണം അവിടെ ഉള്ളൊരുങ്ങുന്നതിൻ്റെ വേദനയുണ്ട്. കാഴ്ചക്കാരായി നിന്ന് തത്സമയ വിവരണം നടത്തുന്നവർക്ക് കഷ്ടപ്പെടുന്നവൻ്റെ യാതന അറിയില്ല. അപായങ്ങൾക്കും വെല്ലുവിളികൾക്കും മീതെയുള്ള സാഹസിക പ്രകടനമാണ് പലരുടെയും അനുദിന ജീവിതം. അവരുടെ വിയർപ്പിനെ അധിക്ഷേപിക്കരുത്, കണ്ണീരിനെ നിന്ദിക്കരുത്. അവർ നടന്ന വഴിയെ നടക്കാതെ, അവർ ജീവിച്ച ജീവിതം ജീവിക്കാതെ അവരുടെ വീഴ്ചകളെ വിമർശിക്കുകയോ വിജയങ്ങളെ തേജോവധം ചെയ്യുകയോ അരുത്. മറ്റുള്ളവരുടെ വെല്ലുവിളികൾക്ക് മറുപടി പറയാൻ വേണ്ടി മാത്രമാകരുത് ജീവിതം. സ്വയം ചില പോരാട്ടങ്ങൾ നടത്തണം. ശബ്ദങ്ങൾ കർമ്മശേഷി വർദ്ധിപ്പിക്കും. സമരസന്നദ്ധയാണ് മത്സരക്ഷമതയുടെ അടിസ്ഥാനം. ഏവർക്കും നന്ദി.